മക്കയിൽ നിയമലംഘകരായ 3 ലക്ഷത്തോളം പേർ പിടിയിലായി. വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണത്തെ ഹജ്ജിന് മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും നുസുക്ക് കാർഡ് സുപ്രധാന പങ്കുവഹിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നുസുക്ക് കാർഡ് നഷ്ടപ്പെട്ടാൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വീണ്ടെടുക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നിരവധി പുതിയ ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് ഇത്തവണ തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഹാജിമാർക്ക് നുസ്ക് കാർഡ് നിർബന്ധമാക്കിയതാണ് അതിൽ പ്രധാനം. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന യൗമു തർവിയ എന്നറിയപ്പെടുന്ന ദുൽഹജ്ജ് 8-ന് തീർത്ഥാടകർ മിനയിൽ തങ്ങും. എന്നാൽ ഹജ്ജ് പെർമിറ്റിനോടൊപ്പം നുസ്ക് കാർഡും കൈവശമുള്ളവർക്ക് മാത്രമേ മിനയിലേക്ക് പ്രവേശിക്കാനാകൂ. പുണ്യസ്ഥലങ്ങളിലെ തിരക്ക് കുറക്കാനും തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കാനും ഈ നിയന്ത്രണത്തിലൂടെ സാധിക്കും. ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചവരും പെർമിറ്റ് കൈവശം വെക്കാത്തവരുമായ 3 ലക്ഷത്തോളം പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. അതിൽ 1,54,000 പേർ സന്ദർശന വിസയിലെത്തിയ വിദേശികളാണ്. ഹജ്ജ് വേളയിൽ ഉടനീളം നുസ്ക് കാർഡ് കൈവശം വെക്കണമെന്ന് അധികൃതർ തീർത്ഥാടകരെ ഓർമ്മിപ്പിച്ചു. കാർഡ് നഷ്ടപ്പെട്ടാൽ ആശങ്കപ്പെടേണ്ടതില്ല. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വീണ്ടെടുക്കാവുന്നതാണ്. നുസ്ക് ആപ്ലിക്കേഷനിലുള്ള കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പ് അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കിയാൽ പുതിയ കാർഡ് ലഭിക്കും. ഇതിനായി തീർത്ഥാടകൻ നേരിട്ട് പോകേണ്ടതില്ല. ഗ്രൂപ്പ് അമീറിനെയോ ലീഡറെയോ ചുമതലപ്പെടുത്താമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷ, ആരോഗ്യം, സേവനം, ലോജിസ്റ്റിക്സ് മേഖലകളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ തീർത്ഥാടകനും മികച്ച പരിചരണവും ശ്രദ്ധയും ലഭിക്കും വിധമാണ് ക്രമീകരണങ്ങൾ. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.